മഞ്ചേശ്വരത്ത് ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മരണം കൊലപാതകമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മുഹമ്മദ് ഷെരീഫിന്റെ കൈക്കും കഴുത്തിലും വെട്ടേറ്റ പാടുകളുണ്ട്. ഇന്നലെ രാത്രിയാണ് മഞ്ചേശ്വരത്ത് ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിൽ മൃതദേഹം കണ്ടെത്തിയത്. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. മുഹമ്മദ് ഷെരീഫിന്റെ കഴുത്തിനും തലയ്ക്കും കൈക്കും ആയുധങ്ങൾ കൊണ്ട് മുറിവേറ്റ പാടുകളുണ്ടെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരണകാരണം കഴുത്തിനേറ്റ മുറിവും. മണിക്കൂറുകളോളം വെള്ളത്തിൽ കിടന്നിട്ടും ശ്വാസകോശത്തിൽ വെള്ളം കയറിയിട്ടില്ല. അതിനാൽ കൊലപ്പെടുത്തിയതിനു ശേഷം മൃതദേഹം കിണറ്റിൽ തള്ളിയതാണെന്ന നിഗമനത്തിലാണ് പോലീസ്. പരിയാരം മെഡിക്കൽ കോളേജിലായിരുന്നു പോസ്റ്റ്മോർട്ടം. മഞ്ചേശ്വരം CI അനൂപ് കുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. ഈ ദാരുണമായ ഒരു ഓട്ടോ ഡ്രൈവറുടെ കൊലപാതകം അത് കൃത്യമായി അന്വേഷിച്ചുകൊണ്ട് അവർ ആരാണോ ഇതിൻ്റെ ഉത്തരവാദികൾ അവരെ കൃത്യമായി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇന്നലെ രാത്രി സംശയകരമായ സാഹചര്യത്തിൽ ഓട്ടോ കണ്ടതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കിണറ്റിൽ മൃതദേഹം കണ്ടെത്തിയത്. കിണറിന് സമീപത്ത് രക്തക്കറയുമുണ്ടായിരുന്നു. മംഗളൂരു മുൾക്കി സ്വദേശിയാണ് മരിച്ച മുഹമ്മദ് ഷെരീഫ്. ബുധനാഴ്ച രാത്രി 10 മണിയോടെ 3 പേർ ഷെരീഫിന്റെ ഓട്ടോ വാടകയ്ക്ക് വിളിച്ചു പോയതായി പറയുന്നു. അന്ന് രാത്രി മുതലാണ് ഇയാളെ കാണാതായത്. ഇതേക്കുറിച്ചടക്കം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. 24 കാസർഗോഡ്.